ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ തലങ്ങും വിലങ്ങും ഉപദ്രവിക്കാൻ സംഘപരിവാർ വലിയ നീക്കമാണ് നടത്തിയത്. അദ്ദേഹത്തിനെ നിരവധിയായ കേസുകളിൽ കുടുക്കി ജയിലിൽ കാലാകാലങ്ങളോളം ഇടാനാണ് BJP പല രീതിയിൽ ശ്രമങ്ങൾ നടത്തി വന്നത്. അതിന് കാരണമാകുന്നത് ജാർഖണ്ഡിൽ ഒരു അട്ടിമറിക്കുള്ള BJPയുടെ ശ്രമമാണ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയായ രഘുബർ ദാസ് പരാജിതനാവുകയും അവിടെ BJP തൂത്തെറിയപ്പെടുകയും ചെയ്തത് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ മുന്നേറ്റം നടത്തിയ BJPക്ക് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റത്തിൻ്റെ തുടർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ JMMും കോൺഗ്രസും RJDയും വലിയ രീതിയിൽ ശക്തരാണ്. അതേസമയം BJPയുടെ സഖ്യകക്ഷിയായ AJSU മുന്നണി വിടും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് BJPക്ക് കനത്ത തിരിച്ചടിയാകും. മാത്രമല്ല, BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയന്ത് സിൻഹ അടക്കമുള്ളവർ പാർട്ടി വിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പാർട്ടിക്കെതിരെ ശക്തമായ നീക്കം നടത്താനും ജയന്ത് സിൻഹ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, യശ്വന്ത് സിൻഹ എന്ന മുതിർന്ന നേതാവിൻ്റെ മകൻ കൂടിയാണ് ജയന്ത് സിൻഹ. നരേന്ദ്രമോദി കൃത്യമായും അദ്ദേഹം വളരെയധികം അകലം കാത്തു സൂക്ഷിച്ച നേതാവാണ് ജയന്ത് സിൻഹയുടെ പിതാവായ യശ്വന്ത് സിൻഹ. യശ്വന്ത് സിൻഹ BJPയുടെ മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടൽ ബിഹാരിയുടെ വിശ്വസ്തനായിരുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിനെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും വലിയ തോതിൽ അപമാനിച്ചതും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതും. എന്നാൽ അതിനൊക്കെയുള്ള മറുപടി എന്ന രീതിയിലാണ് ജയന്ത് സിൻഹ ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ, അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായ ദ്രൗപദി മുർമുവിനെതിരെ കൃത്യമായി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയത് യശ്വന്ത് സിൻഹയാണ്. യശ്വന്ത് സിൻഹയുടെ കാലിബർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയാവുന്നുണ്ടായിരുന്നു. അദ്ദേഹം BJPയുടെ നേതാവായി തന്നെയാണ് പ്രവർത്തിച്ചതെങ്കിൽ പോലും യശ്വന്ത് സിൻഹയെ ജനങ്ങൾ വലിയ രീതിയിലാണ് ശ്രദ്ധയോടെ കണ്ടിരുന്നതെന്ന് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് നിരവധി വേദികളിൽ വെച്ച്. ഏതായാലും ഇത്തവണ BJPയുടെ ജാർഖണ്ഡിലെ തിരിച്ചുവരവിനുള്ള സാധ്യത എല്ലാ തരത്തിലും തകർന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും BJPയുടെ വർഗീയ അജണ്ട ജാർഖണ്ഡിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നും ഇവിടെ ആദിവാസികളോട് BJP കാണിക്കുന്ന ഏറ്റവും നിന്ദ്യമായ നടപടികൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണെന്നും ഹേമന്ത് സോറൻ്റെ പത്നിയായ കൽപ്പന സോറൻ പറഞ്ഞിരിക്കുകയാണ്. BJP നേതാവായ അർജുൻ മുണ്ടയ്ക്ക് പോലും പാർട്ടി കാര്യമായ സ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ട്രൈബൽ സീറ്റുകളുള്ള സ്റ്റേറ്റാണ് ജാർഖണ്ഡ്. എന്നിട്ടും ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നില്ല. അത് BJPയുടെ കൃത്യമായ അജണ്ട തന്നെയാണെന്നുള്ളത് വ്യക്തം.